ഓ ഇത് താമര ചേച്ചിക്ക് വയ്യ. ഇന്നേ ഉള്ളു, നാളെ മല്ല. അമ്മേ അമ്മ എല്ലാവരും ഒരുമിച്ച് കയറിക്കോ. ഞങ്ങളുടെ കല്യാണ പരിപാടികളൊന്നും തീർന്നില്ല കേട്ടോ. ഇപ്പം കല്യാണമാണ്. അപ്പം പെണ്ണും ചെറുക്കനെ പള്ളിക്കകത്ത് കൊണ്ടുപോയി. അപ്പം പ്രകാശം, നമുക്ക് പ്രകാശമാണല്ലോ ലോകത്തിലെ ഏറ്റവും വേണ്ടി നമ്മൾ പ്രകാശമായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ ആദ്യം നിലവിളക്ക് കൊളുത്തുവാണ്. എല്ലാ മതത്തെ പോലെ തന്നെ എല്ലാ മതത്തിലും ഒന്ന് തന്നെയാണ് പ്രകാശം കണ്ടോ. അപ്പം നിലവിളക്ക് കൊളുത്തി രണ്ടുപേരും ഇപ്പം മാസം സ്റ്റാർട്ടാവും കേട്ടോ. ഇതിപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സാരിയാണ്. ഹിന്ദുക്കളൊക്കെ പുടവെന്ന് പറയില്ല, അത് എല്ലാത്തിലും ഉണ്ട്. അപ്പം നമ്മളും പുടവെന്നാണ് പറയുക. അപ്പോൾ പുടവെ അച്ഛനിങ്ങനെ വെഞ്ചിരിക്കുവാണ്. വെഞ്ചിരിക്കുന്ന അതെല്ലാം വെഞ്ചിരിച്ച് അതെല്ലാം കൂടെ ചെയ്ത് അപ്പം നമ്മളിപ്പോൾ താലി കെട്ടുക. ക്രിസ്ത്യൻസ് അല്ല, നമ്മൾ RC ആണ് കേട്ടോ. അപ്പം നമ്മൾ താലി കെട്ടുന്ന അതിൻ്റെ നൂലെടുത്തിട്ടാണ് താലിയായിട്ട് കെട്ടുക. ആദ്യമേ സ്വർണ്ണം കെട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെഞ്ചിരിക്കുകയാണ് കേട്ടോ. വെഞ്ചിരിച്ചിട്ട് അവളെ ഇനി അണിയിക്കും. അപ്പോൾ പരസ്പരം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. അത് നല്ലൊരു റെഡ് ചില്ലി കളറായിരുന്നു കേട്ടോ. നല്ല സാരിയായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ മനസ്സമ്മതം നടക്കുകയാണ് കേട്ടോ. പരസ്പരം ചോദിക്കും. നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെ മുമ്പിൽ ചോദിക്കും. നമ്മൾ ഫോഴ്സായിട്ടാണോ ആരുടെങ്കിലും ഫോഴ്സിലാണോ കല്യാണം കഴിയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ മനസ്സമ്മതം നടത്താറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി വലതുകരം പരസ്പരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണമണി വിശ്വാസ സ്നേഹത്തിൽ വധുവരന്മാരെ ഒന്നിപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്നിച്ച് നല്ല വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ടാണെന്നാണ് അച്ഛൻ അവരെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ കുറേ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അധികം ഇടാൻ പറ്റുന്നില്ല.
അച്ഛൻ വെഞ്ചരിച്ച് പുടവ അണിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പുടവ അണിയിച്ചു, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അച്ഛനെ നല്ലപോലെ ഇങ്ങനെ വെഞ്ചരിച്ചെല്ലാം ചെയ്തിട്ടാണ് പുടവ അണിയിക്കുന്നത്. ഇനി അവർ പ്രതിജ്ഞ ചെയ്യണം കേട്ടോ. എന്താ അച്ഛൻ പറഞ്ഞു തരും, ആ പ്രതിജ്ഞ അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതിജ്ഞാവാചകം ചൊല്ലുകയാണ് കേട്ടോ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഞാൻ ഒരു സീന് പോലും മിസ് ചെയ്യാറില്ല. ബട്ട് ഇന്നെന്നറിയോ, മെയിനായ താലികെട്ട് മാത്രം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നറിയോ. ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറമാരെല്ലാം കൂടെ കുറേ കവറായിട്ട് എനിക്കൊന്ന് സ്പേസ് കിട്ടിയിട്ടില്ല. ഇപ്പം ആടനും കാലം ഉണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ സീൻ മാത്രം എനിക്ക് മീൻസ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് എൻ്റെ മീൻസ് ചേച്ചിയും ഹസ്ബൻഡാണ്, അവരുടെയാണ് മോള് കേട്ടോ. ഇതൊക്കെ അവിടെ അനുജം ചേട്ടൻ, ആ ചെറുക്കൻ ചേട്ടനാന്ന് തോന്നുന്നു. ഇത് എൻ്റെ ചേട്ടൻ്റെ അനിയനാണ്. ഇതൊക്കെ നമ്മുടെ റിലേഷൻസാണ് കേട്ടോ എല്ലാവരും. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് മൊമെൻ്റാണ്. അപ്പം കല്യാണം കഴിഞ്ഞു, താലികെട്ട് കഴിഞ്ഞു, മാസ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇനി ഫോട്ടോ എടുക്കലൊക്കെയാണ്. അച്ഛൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പം നമ്മളൊക്കെ അങ്ങോട്ട് എടുക്കുന്ന അപ്പോൾ റിസപ്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് പേർക്ക് അച്ഛനൊക്കെ അങ്ങോട്ട് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടല്ല. അപ്പം ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.